അച്ഛാ, നമുക്ക് മുത്തശ്ശി കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. മുത്തശ്ശി ഗുരുവായൂരിന്ന് എത്തട്ടെ. മുത്തശ്ശി വന്നു. എപ്പോ വന്നു? ഇന്ന് എത്തിയതേ ഉള്ളൂ. മുത്തശ്ശിയോട് ഗുരുവായൂരിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അതാ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞത്. അവിടെയുള്ളവര് അത് സമ്മതിക്കോ? ആദിക്കും അവനും ഒരു കുഴപ്പമില്ല. പിന്നെ ദുർഗാമ്മയിലുള്ളത്. നമ്മുടെ ഏത് കാര്യത്തിലും കയറി ഉടക്കുന്ന ആളാ ദുർഗാമ്മ. അതുകൊണ്ട് ഇക്കാര്യത്തിലെ എതിർപ്പും നമ്മൾ കാര്യമാക്കണ്ട. ദുർഗേച്ചിയുടെ വഴക്കിനും ദേഷ്യത്തിനും ഇനി ഇതും ഒരു കാരണമാക്കണോ? അച്ഛാ, മുത്തശ്ശി ഇവിടെ കൊണ്ടുവന്ന് കുറച്ചു ദിവസം നിർത്താൻ അമ്മയ്ക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ദുർഗാമ്മയെ പേടിച്ച് പറയാതിരിക്കുന്നതാ. അതെനിക്കും അറിയാം. ഞാനും അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത് ദുർഗേച്ചിയെ പേടിച്ചിട്ടാ. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? മാമനെ പോലെ തന്നെ അമ്മയും മുത്തശ്ശിയുടെ മകളാ. അമ്മയ്ക്കും മാമനും തുല്യ അവകാശം മുത്തശ്ശിയിലുള്ളത്. അതൊക്കെ ശരിയാ. നമ്മൾ വിളിച്ചാൽ മുത്തശ്ശി വരികയും ചെയ്യും. പക്ഷേ അതിന്റെ പേരിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ദുർഗേച്ചി വലിയ വഴക്കുണ്ടാക്കും. നിന്റെ മാമന്റെയും ആദിയുടെയും സമാധാനം നഷ്ടപ്പെടും. ശരിയാ, ഞാൻ ഇത്രയ്ക്കൊന്നും കടന്നാലോചിച്ചില്ല. മുത്തശ്ശിയോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് അവർക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുത്തിട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയില് അവർക്കത് കിട്ടാൻ ഏറ്റവും നല്ലത് നമ്മൾ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരിക്കുന്നതാ. അമ്മയ്ക്കൊരു സന്തോഷാവട്ടെ എന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞപ്പോഴാ എനിക്കതിന്റെ ഭവിഷ്യത്ത് മനസ്സിലായത്. ഹായ് അങ്കിൾ. അങ്കിളിനൊരു കോഫി എടുക്കട്ടെ? വേണ്ട. അതെന്താ? നല്ലൊരു ഫിൽറ്റർ കോഫി കുടിച്ചാലേ അങ്കിളിന്റെ ഈ മൂടൊക്കെ മാറും. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നീ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. കോഫി വേണം ചോദിക്കുന്ന ഡിസ്റ്റർബൻസ് ആണോ? ഇടയ്ക്കിടെ ഈ കോഫിയും ചായയും കഴിക്കുന്ന ശീലം എനിക്കില്ല. മോർണിംഗിലൊന്ന്, ഈവനിംഗിലൊന്ന്, അത്രേ ഉള്ളൂ. അതൊരു നല്ല ശീലം അങ്കിൾ. ഓ, നീ എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നല്ലോ. താങ്ക് യു. അല്ല, ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. അങ്കിൾ, ഞാൻ കുറച്ചു നേരം ടി വി കണ്ടോട്ടെ? നീ ടി വി കാണുന്നത് എന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ വേണ്ട. താങ്ക് യു അങ്കിൾ. അങ്കിൾ ഇരുന്നോളൂ. വയ്യാത്തതല്ലേ? ഞാൻ പോയി നോക്കാം. ഇരിക്ക. ആരാ? ഗോപിയാ സാറിനെ കാണാൻ. ഓ, വന്നോളൂ. അങ്കിൾ, ഒരു ഗോപി. ആ ഗോപി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം സാറേ. ആ മോളെ, ആന്റി ഒന്ന് വിളിച്ചേ. ആ, ആ പിന്നെ എങ്ങനെയുണ്ട്? നമ്മുടെ കൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഉണ്ട് സാറേ. നാളികേരവും വാഴയും കുഴപ്പമില്ല. ബാക്കിയൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുന്നേ ഉള്ളൂ. ഒരു പ്രയോജനവും ഇല്ല. എന്തായാലും നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു സുഖം വേറെ തന്നെയല്ലേ? അത് ശരിയാ. ഇത്തവണത്തെ വിളവെടുപ്പിന്റെ കുറച്ച് പച്ചക്കറിയും 2-3 ഏത്തക്കുലയും അടുക്കളയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, രാസവളങ്ങളൊന്നും ചേർക്കാറില്ലല്ലോ? അതെ സാറേ. നമ്മുടെ തോട്ടത്തില് അതൊന്നും കയറ്റാറുകൂടിയില്ല. നന്നായി. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ച് തന്നെയാ കൃഷി ചെയ്യുന്നത്. ഗോപി, കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിയിൽ നമുക്ക് ഗുണമൊന്നുമില്ലല്ലേ? കുഴപ്പമില്ലായിരുന്നു മാഡം. ഇഞ്ചിയും മഞ്ഞളും നന്നായിരുന്നു. മഴയ്ക്ക് മുമ്പ് തെങ്ങിന്റെ തടവെടുക്കണമെന്ന് പറഞ്ഞത് ചെയ്തോ? ആ പണി തുടങ്ങി മാഡം. പണിക്കാര് കുറവാ. നമ്മുടെ ഫാമാണോ ആന്റി? ആ, കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. എനിക്ക് കൃഷി വലിയ ഇഷ്ടാ. ജൈവ കൃഷിയാ നമ്മൾ ചെയ്യുന്നത്. ഓർഗാനിക് മാത്രം. ഞാനിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനും വരട്ടെ ആന്റി? ആ, നീയും പോന്നോ? കൃഷി രീതികളൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ലതാ. ഇവളെന്ത് കൃഷി പഠിക്കാൻ? ഗോപി ചെയ്തിട്ട് തന്നെ ഗുണമൊന്നുമില്ല. അപ്പഴാ ഗോപി ക്യാഷ്. ഇറങ്ങട്ടെ സാറേ. എന്താണ് ഇപ്പൊ കൃഷിയിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ്? ഇത്രയും നാൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പ്രസാദേട്ടന്റെ ഉത്തരവാദിത്വം അല്പം കുറയ്ക്കാമെന്ന് കരുതി. എല്ലാം പ്രസാദേട്ടന് ഒറ്റയ്ക്ക് എത്ര കാലം ചെയ്യും? അങ്കിളിന് റെസ്റ്റ് വേണ്ട അല്ലേ ആന്റി? ഇവൾക്ക് എപ്പോഴും എന്നെ ഒരു രോഗിയായിട്ട് കാണാൻ എന്താ ഇത്ര നിർബന്ധം? ഈ പ്രസാദേട്ടന്റെ ഒരു കാര്യം നല്ലതും പിടിക്കില്ല ചീത്തയും പിടിക്കില്ല. ആതിര വെറുതെ പറഞ്ഞതാ. അതെങ്ങനെയാ? പോലീസിലല്ലേ ജോലി.
വലതുകാല് വെച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിയാ നീ നന്നാക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. ഇടതുകാല് വെച്ച് കയറിയാ നീ നശിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. ഇതല്ലേ നിങ്ങളുടെ രീതി? ഹാ, ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അങ്കിൾ, എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനില്? സ്റ്റേഷനിൽ കയറാൻ ഒരു അവസരം കിട്ടുമ്പോഴേ നിനക്കത് മനസ്സിലാവും. പ്രസാദേട്ടാ, ചുമ്മാ അവൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയല്ലേ. ഏയ് ആന്റി, ഇത് ജോക്കല്ലേ? നീ കൃഷിസ്ഥലം കാണണമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് പോവാം. ആ, പോകാം. അത് ആദ്യേട്ടന്റെ ഫാം അല്ലേ? ഞാൻ കണ്ടിരിക്കേണ്ടതാണ്. കറക്റ്റ്. ആ സ്ഥലവും കൃഷിരീതികളും ഒക്കെ നീ മനസ്സിലാക്കണം. വാ. ആ, ഗോപിയേട്ടാ, ആ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ വെണ്ടവിത്ത് നടായിരുന്നു. ആന്റി, ഇതൊക്കെ നമ്മുടെ സ്ഥലമാണോ? പിന്നല്ലാതെ. ഓ, എന്ത് ഭംഗിയാ കാണാൻ. ദേ, ഇവിടെ മുതല് ആ കായലിന്റെ അറ്റം വരെ നമ്മുടേതാ. അയ്യോ, കൊട്ടാര രാജകുമാരിമാര് കൊട്ടാരം വിട്ട് നാട് കാണാൻ ഇറങ്ങിയതാണോ? കോവിലകത്തെ തമ്പുരാട്ടി കൈലിമുണ്ട് കൊടുത്ത് കൃഷിപ്പണിക്കിറങ്ങിയതാണോ? ചേച്ചി, അത് തുളസിയല്ലേ? എന്താ, നിനക്ക് അവളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അവളെന്താ ചേച്ചി ഈ വേഷത്തില്? അവൾക്ക് എന്താ നമ്മുടെ പറമ്പിൽ ജോലി? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ദുർഗേച്ചി, ഇതിങ്ങനെ നോക്കി നിന്നോണ്ട് ഒരു കാര്യമില്ല. അവക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കൊടുക്കണം. അവൾക്ക് എന്ത് കൊടുക്കാൻ? ഒന്നും കൊടുക്കണ്ട ആന്റി. നമ്മുടെ കൃഷിസ്ഥലത്തെ വിളവ് എന്തിനാ പൊട്ടിക്കാളിക്ക് കൊടുക്കണം? അയ്യോ, നിനക്ക് തീരെ ബുദ്ധിയില്ലേ കൊച്ചേ? അവിടെ നമ്മുടെ പാടവരമ്പത്ത് നിന്നാ ജന്മിയെ പോലെ പണിയെടുപ്പിക്കുന്നത്. അപ്പോ ഓ, ഈ സ്ഥലം മൊത്തം നമ്മുടേതാ. ആന്റി, എന്താ? ആഹാ, അപ്പൊ അവൾ നമ്മുടെ സ്ഥലം കയ്യേറിയതാണോ? അതെ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല ആന്റി. ആന്റി ഒരു വാക്ക് പറഞ്ഞാ മതി. എന്നെ അപമാനിച്ചനും കളിയാക്കിയനും എന്റെ മുഖത്തടിച്ചനും എല്ലാത്തിനും പകരം ചോദിക്കാൻ പറ്റിയ ചാൻസാ. അവള് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവളോട് നമ്മുടെ പറമ്പിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയും. നിനക്ക് അവളെ ചെളിയിൽ ഉരുട്ടിയിടാൻ പറ്റുമോ? ആ, പിന്നെ ഉരുട്ടിയിട്ട് കരയിപ്പിക്കോ അവളെ. അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടോ നിനക്ക്? ചൊല്ല ആന്റി, നോക്കിക്കോ. ആദര ആരാണെന്നെ ഇപ്പൊ കാണിച്ചു തരാം. ആ തുളസി എന്ന് ഞാൻ കരയിപ്പിക്കും. വാ ചേച്ചി, നമുക്ക് പോയി നോക്കാം. വാ. വാ. ഗോപിയേട്ടാ, പാടത്തെ പണിക്കുള്ള കൂലിയായിട്ടേ വരമ്പത്തേക്ക് ആളുകൾ വരുന്നുണ്ട്. ആ വരവ് കണ്ടിട്ടേ ഒരു ഇടിക്കും മഴയ്ക്കുള്ള കോളുണ്ടല്ലോ. ആ, മഴയില്ലെങ്കിലും ഇടി ഉറപ്പാ. ഇടി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് തടി തപ്പുന്നതാ എല്ലാവർക്കും നല്ലത്. ഇത് എന്തൊരു കോലവാടി. നീ ആണോ അതോ പെണ്ണോ? പാടത്ത് പണിയെടുക്കാൻ വരുമ്പോ നിങ്ങളെപ്പോലെ സാരി ഒന്നും ഉടുത്താൽ ശരിയാവില്ല. നിനക്കൊരു പെൺകുട്ടിയെ പോലെ നടന്നൂടെ? ദാ എന്നെ പോലെ. വെറുതെ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ ഒരു ജന്മ. അപ്പൊ കാലം മാറിയതൊന്നും അമേരിക്കക്കാരി അറിഞ്ഞിട്ടില്ലേ? ഇവിടെ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല ഇപ്പൊ. ആണ് ചെയ്യുന്ന എല്ലാ ജോലിയും പെണ്ണും ചെയ്യും. എന്നാ നീ തെങ്ങേ കയറ്. ആ, ഞാൻ തെങ്ങി കയറും തേങ്ങ ഇടുകയും ചെയ്യും. എന്താ സംശയം? പക്ഷേ ഇങ്ങനെ ആജ്ഞാപിച്ച തുളസി അത് ചെയ്യില്ല. തുളസിയുടെ വീരവാദം കേൾക്കാനല്ല ഞാൻ വന്നത്. മര്യാദക്ക് എന്റെ പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. നിങ്ങളുടെ പറമ്പോ? അത് കൊള്ളല്ലോ. ഞാൻ നിൽക്കുന്നതേ എന്റെ അമ്മയുടെ പറമ്പിലാ. ദാ, അതിനപ്പുറത്തേക്കാണ് മാമന്റെ സ്ഥലം. ഈ സ്ഥലത്തിനെ പറ്റി നീ എന്നെ പഠിപ്പിക്കണ്ട. ആ, അറിയാത്തവരെ പഠിപ്പിക്കേണ്ടി വരും. ഇത് ഫുൾ നമ്മുടെ സ്ഥലമാണെന്ന് പറഞ്ഞത് ആന്റി ചുമ്മാ തള്ളിയതാണോ? സുലു, ഇവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ദുർഗേച്ചി, ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കിട്ടേണ്ടത് കിട്ടിയാ ഇവള് തനിയെ കയറി പൊയ്ക്കോളും. ഇന്ന് വാ തരാൻ. ഞാനിവിടെ കൈയും കെട്ടി നോക്കി നിന്നോളാം. നിന്നോട് കയറി പോകാനല്ല ആന്റി പറഞ്ഞത്. നോക്ക്,
സൂക്ഷിച്ച് സംസാരിക്കണം. ഇതേ ഞാനും ദുർഗാമ്മയും തമ്മിലുള്ള ഇടപാടാ. അതിനിടെ കയറി ചൊറിയാൻ വന്നാലേ നിന്നെ ഞാൻ ആ ദേ ഇത് എന്റെ പറമ്പാ. അതായത് സർവേ നമ്പർ 497/9. സർവേ നമ്പർ 497/9 എന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലം. അതെങ്ങനെ നിങ്ങളുടെ പേരിലാവും? ആലോചിച്ച് നിൽക്കാതെ അവളെ കണ്ണടിച്ചു പൊട്ടിക്കാണ്ടി. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാ നിന്റെ കണ്ണ് ഞാനായിരിക്കും അടിച്ചു പൊട്ടിക്കുന്നത്. ഈ സ്ഥലം എന്റേതാണെന്ന് ഞാൻ വീമ്പ് പറഞ്ഞൊന്നുമല്ല. ഇതിന്റെ പട്ടയവും അടിയാധാരവും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മ കൃഷ്ണപ്രിയയുടെ പേരിലുള്ള സ്ഥലം ഇത്. പട്ടയോ അടിയാധാരവും എല്ലാം നിന്റെ അമ്മയുടെ പേരിലായിരിക്കും. പക്ഷേ സ്ഥലം ഇപ്പൊ ഈ ദുർഗയുടെ ഉടമസ്ഥതയിലാ. ദേ നോക്ക്, എന്റെ അച്ഛനും അമ്മയും പാവങ്ങളാ എന്ന് കരുതി ഒരുമാതിരി മാടമ്പിത്തര അവരോട് കാണിക്കാൻ വന്നാ. എല്ലാം വെട്ടിപ്പിടിക്കാന്ന് നിങ്ങൾക്കൊരു മോഹം ഉണ്ടെങ്കിലേ ഈ തുളസി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നിനക്കെന്താടി പറഞ്ഞു മനസ്സിലാവില്ലേ? എന്റെ അമ്മയുടെ സ്ഥലത്തുനിന്ന് എന്നെ ഓടിക്കാനായോ നീ? നിനക്കെന്താടി ഭ്രാന്തുണ്ടോ? എന്റെ പറമ്പിൽ കയറി തോന്നിയാസം കാണിച്ചതും പോരാ, ആതിരെ ചെളി തള്ളിയിട്ടോ. ഇവളെ തള്ളല്ല, വേണ്ടി വന്നാ അവിടെ തന്നെ ഞാൻ അടക്കുകയും ചെയ്യും. എന്റെ അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതല്ലേ. നീ അധികാരവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ സ്ഥലമേ നിന്റെ അമ്മയുടെതാണെന്ന് പോയി ചോദിച്ചിട്ട് വാടി, എന്നിട്ട് വന്ന് നിന്ന് കൊരക്കേ. എന്റെ അമ്മയും മാമനെയും നമുക്ക് വിളിപ്പിക്കാം. അവർക്കറിയാലോ ഈ സ്ഥലം ആരുടെയാണെന്ന്. ചേച്ചി, പ്രസാദ് സാർ ഇവിടെ വന്ന പ്രശ്നമാവും. പ്രിയ ഈ സ്ഥലം ചേച്ചിയുടെ പേരിൽ എഴുതി തന്ന വിവരം പ്രസാദ് സാർ അറിയും. അതാകെ പ്രശ്നത്തിലേക്ക് പോകും. അതിലും നല്ലത് നൈസായിട്ട് ഇവിടെ നിന്ന് ഒഴിയുന്നതാ. ദുർഗേച്ചി, നമുക്ക് പോവാം. ആന്റി എന്തോന്ന് പറയാത്തത്? ഈ കാട്ടുമാക്കാത്തി എന്നെ ചെളി കുളിപ്പിച്ചത് ആന്റി കണ്ടില്ലേ? ഈ സ്ഥലത്തിന് അധികാരം പറഞ്ഞു വന്നാ ഇനി ചെളിയിൽ കുളിക്കാൻ പോകുന്നത് നിന്റെ ദുർഗാന്റി ആയിരിക്കും. അത്രക്കാ നീ ചുണയുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തള്ളിയിട്, ഞാനൊന്ന് കാണട്ടെ. അവളുടെ ചേച്ചി വിട്ടേക്ക്. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. ആന്റി ഇവളെ അടിച്ച് താഴെ തള്ളിയിട ആന്റി. ഇവൾക്കുള്ളത് ഞാൻ പിന്നീട് കൊടുത്തോളാം. നിങ്ങൾക്കുള്ളത് ഞാൻ ലേറ്റ് ആക്കുന്നില്ല. വീട്ടിൽ പോയി അമ്മയെ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ തന്നോളാം. പിടി. ഒന്നും അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ആന്റി എന്നെ ഞാൻ എന്ത് ചെയ്യും? സുലു, എന്നെ ഇങ്ങനെ നോക്കണ്ട. വെള്ളമല്ലേ കിടക്കുന്നത്, നമുക്ക് വൃത്തിയായിട്ട് കഴുകിയിട്ട് കൊണ്ടുപോവാം. വാ മോളെ, വാ. നിന്നെ ഞാൻ വിടില്ലടി. ഇപ്പോഴില്ല, പിന്നെ പിന്നെ അയ്യോ വെള്ളം. സൂക്ഷിച്ചേ. കൈതാ പിടിച്ചോ. ആ ചെളി കഴുകിയ പോവും. ചിലരുടെ മനസ്സിലുള്ള ചെളി എത്ര കഴുകിയാലും സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. വളരെ ചെറിയ ജീവിതം ആഗ്രഹിച്ചവരാ നമ്മള്. പക്ഷേ ഇത്രയും വർഷം നമുക്ക് എത്ര സന്തോഷകരമായ ജീവിതമായി ഈശ്വരൻ തന്നത്. ദുർഗേച്ചി കൂടി പഴയതുപോലെ ആയിരുന്നെങ്കിലേ ആ വീട്ടില് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാനാവുമായിരുന്നു. പക്ഷേ എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് തരില്ലെന്നല്ലേ പറയുന്നത്? അതെ, ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. അതാണ് ജീവിതം വിജയത്തിലെത്തിക്കാൻ നല്ലത്. ജയേട്ടനൊരു പ്രൊമോഷനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ലല്ലോ. നിനക്കതിൽ വിഷമമുണ്ടോ? ഒരിക്കലും ഇല്ല.
ജോലിയിലോ സ്ഥാനമാനങ്ങളിലൊന്നും അല്ലല്ലോ ജയേട്ടനെ ഞാൻ കണ്ടു തുടങ്ങിയത്. സ്നേഹിക്കാൻ അറിയാവുന്ന, എന്റെ അച്ഛനോടും അമ്മയോടും ഏട്ടനോടും എല്ലാം ബഹുമാനത്തോടെയും ആദരവോടെയും പെരുമാറിയിരുന്ന ഒരാൾ. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സ്ഥാനമായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നെ ആകർഷിച്ചതും ചേട്ടന്റെ ഈ നല്ല ശീലങ്ങളാ. അതെ, എന്ന് കരുതി എല്ലാ ശീലങ്ങളും എനിക്ക് ഇഷ്ടമാണെന്ന് കരുതണ്ട കേട്ടോ. പ്രത്യേകിച്ച് ഈ ശീലം. ഇതൊരു ശീലമല്ലല്ലോ, വല്ലപ്പോഴും ഉള്ള ഒരു തമാശ. മനസ്സ് തുറന്ന് സംസാരിക്കാൻ തോന്നുമ്പോ ഇതൊരു സന്തോഷം തരും. നമ്മുടെ മോളിത് കാണണ്ട. ഇന്നത്തോടെ ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കും. ദുർഗാമ്മയ്ക്ക് വന്ന് എന്തും പറയാനായിട്ടുണ്ട്. അന്നേരത്തെ രാജേന്ദ്രന്റെ മുഖം ഒന്ന് കാണുമായിരുന്നു, ശരിക്കും ചമ്മി. അതെ അതെ, കലയും നല്ല ചിരിയായിരുന്നു. ആ കാലമൊക്കെ ആലോചിക്കുമ്പോ നല്ല രസമല്ലേ? കുറച്ച് ഉപ്പിട്. കുറച്ച് മതി. ഇവർ രണ്ടുപേരും ഇത്രയും സന്തോഷത്തോടെ ചിരിക്കുന്നതും വർത്താനം പറയുന്നതും എത്രയോ നാളുകൾക്ക് ശേഷം ഞാൻ കാണുന്നു. ദുർഗാമ്മയുടെ തോന്നിയാസം പറിച്ചില്ല. ഇപ്പോ ഇവരെ കൂടി അറിയിച്ച് ഈ സന്തോഷം കളയണോ? തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ആഹാ, നീ നമ്മുടെ സ്ഥലം കാണാൻ പോയിട്ട് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? ഞാനില്ലാത്ത നേരം നോക്കി രണ്ടാളും റൊമാൻസിലാണല്ലേ? പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ഒരു റൊമാൻസ്? നീ പോടി പെണ്ണെ. റൊമാൻസിന് പ്രായവും നേരവും ഇല്ലടോ പ്രിയേ. ഉവ്വ്. ആ, എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആവാം, അല്ലേ ജയൻ സാറേ? അതെ അതെ. പിന്നെ നിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അല്ല, അച്ഛന് പെട്ടെന്ന് മോളുടെ മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ അച്ഛന്റെ പോലീസ് കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട് തോന്നുന്നതാ. പ്രിയകുട്ടി, കഴിക്കാൻ എന്തെങ്കിലും എടുത്തേ. എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. എങ്കിലേ ഒരു ആനയൊന്നും തരാനില്ല, വേണമെങ്കിൽ ഇത്തിരി കോഴിക്കറി തരാം, അല്ല ചേട്ടാ? അപ്പൊ ഇന്ന് ചിക്കനാ? അയ്യോ, ചുക്കടി. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാവേ. പോയിട്ട് വാ. അവളെന്തോ പറയാനായിട്ട് വന്നതാ, നമ്മുടെ വർത്തമാനവും ചിരിയും കണ്ട് പറയാത്തതാ. സത്യക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? പഴയതുപോലെ വീണ്ടും ഫിക്സ് വന്നു. എന്താണെന്നറിയില്ല, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു അമ്മേ. നീ ഇവിടെ ടിവിയും കണ്ടോണ്ടിരുന്നോ? നിനക്ക് അവിടെ വരെ ഒന്ന് വന്നാലെന്താ? അല്ല, നിങ്ങളവിടെ കൃഷി കാണാൻ പോയതോ അതോ ചെളിയിലിറങ്ങി ജോലി ചെയ്യാൻ പോയതോ? ഇങ്ങനെയായിരുന്നെങ്കിലേ വെറുതെ ജോലിക്ക് ആളെ വെക്കേണ്ടിയിരുന്നില്ല. നിർത്ത്. നീ എന്താ അതിനെ പരിഹസിക്കുകയാണോ? അയ്യോ, തൊഴിലാളി വർഗത്തെ ഞാൻ ഒരിക്കലും പരിഹസിക്കില്ലേ. ആതിരാ, നമുക്കൊരു ഫാൻസി ഡ്രസ്സിന് പങ്കെടുത്താലോ? ആതിരക്ക് ഇത് എന്തു പറ്റിയതാണെന്നാ നിന്റെ വിചാരം? ആതിരാ, എന്തു പറ്റിയതാ? വീണത് ആദ്യേട്ടാ. അയ്യോ, വീഴാനോ? ആ പാടത്തിനടുത്തുള്ള കുളത്തില് ഞാൻ കാല് വഴുതി വീണുപോയി. നോടെ നോടെ. എന്ത് നോട്ടമാടാ ഇത്? ഇങ്ങനെ നോക്കുന്നുണ്ടാ നീ പോലീസ് അവള് കള്ളിയാണെന്ന് തോന്നുമല്ലോ.
ചില കള്ളത്തരങ്ങളൊക്കെ എനിക്ക് സ്മെല് ചെയ്യുന്നുണ്ട്. അയ്യോ, അത് കള്ളത്തരത്തിന്റെ സ്മെല്ലല്ല ആദിമോനെ, ചെളി വീണേന്റെ സ്മെല്ല. എന്തോ നടിയത്? ഇത് ചെളിയുടെ മണമല്ല, കളവിന്റെ മണം തന്നെയാ. ആദ്യമായിട്ട് ഇങ്ങനെ ഡൗട്ട് അടിച്ചാലോ? ഇവൾക്ക് എന്താ സംഭവിച്ചെന്ന് ഇവള് തന്നെ നിന്നോട് പറഞ്ഞില്ലേ ആദി? ആ, ആതിര പാടത്തിനടുത്തുള്ള കുളത്തില് വഴുതി വീണാന്ന് പറഞ്ഞതല്ലേ ആദിമോനെ? ആ, എനിക്കതങ്ങ് അത്ര വിശ്വാസം പോരാ. അത് നിന്റെ അച്ഛനെ പോലെ നീ പോലീസ് കണ്ടുകൊണ്ട് നോക്കുന്നുണ്ടാ? അതല്ലമ്മേ, പിന്നെ എന്താടാ? കുളത്തിൽ വീണതാണെങ്കിൽ മുഴുവനായിട്ട് നനയണ്ടേ? ഇത് തലയൊന്നും നനഞ്ഞിട്ടില്ല. എന്താ ആദ്യമായിട്ടാ ഇങ്ങനെ? അയ്യോ, എന്റെ ആതിരക്കുട്ടി വീണോന്ന് ചോദിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം കുറ്റപ്പെടുത്താൻ നോക്കാണോ? ആതിര തനിയെ വീണതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നൊരു സംശയം. ഈ കോലം കണ്ട ആർക്കായാലും തോന്നും. അതെ, എനിക്കും തോന്നി. ആ, ആതിരമോള് ബാലൻസ് തെറ്റി വീണതാ. ഹോ, എന്തൊരു വീഴ്ചയായിരുന്നു, ഒന്ന് കാണേണ്ടതായിരുന്നു. അല്ല, ആരും കണ്ടില്ലായിരുന്നെങ്കിലേ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചേനെ. കരയണ്ട. ആതിര തള്ളിയിട്ടെന്ന് ആരായാലും അവളോട് നമുക്ക് പകരം ചോദിക്കണം. അവളോടോ? ഏതവളോട്?